ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ മാലപ്പുറം പാട്ട് ഘോഷയാത്രയൊക്കെയുള്ള ദിവസമാണ്. ഇന്ന് ദേവിയുടെ കല്യാണ ദിവസമാണേ. ഈ ചേച്ചിമാരൊക്കെ ലളിതാ സഹസ്രനാമം വായിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും ലളിതാ സഹസ്രനാമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു രാവിലെ ഉള്ള അവർ വായിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് വൈകിട്ടാണ് അമ്മയുടെ കല്യാണ ദിവസത്തിൻ്റെ മാല ഘോഷയാത്രയും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നു, തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ ലളിത സഹസ്രനാമം ഇതൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ലക്ഷ്മി പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു. ഇത് പറയിടുന്നതാണ് കാണുന്നത്. ഞാൻ മഞ്ഞൾപ്പറ, പൊരി കൊണ്ടുള്ള പറ, പൈസപ്പറ, ഇങ്ങനെ 3 പറ ഞാൻ ഇടുകയുണ്ടായി. ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പറയാണ്. മഞ്ഞൾപ്പറ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് പറയിട്ടത് പൊരി കൊണ്ടുള്ള പറയായിരുന്നു. കണ്ടോ, പൊരി കൊണ്ടുള്ള പറയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവിയെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ പൊരിപ്പറ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊരിപ്പറ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പൈസപ്പറയും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് പൊരിപ്പറ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത പൈസ പറ ഇടുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തൊഴാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പൈസപ്പറ മറ്റേ പാത്രമില്ലേ, അതിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് എടുത്ത് തട്ടാനൊന്നും പറ്റില്ല, ഭയങ്കര വെയിറ്റാണ്. പൈസ നിറച്ചും അതിലിരിപ്പുണ്ട്. അപ്പോൾ കുറേ കൂടെ ഇങ്ങനെ വാരിയിട്ടതിന് ശേഷമാണ് പിന്നെ അത് ഒരുമിച്ചെടുത്ത് നമുക്ക് തട്ടി പറ നിറയ്ക്കാൻ പറ്റുന്നത്. അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞേ കുറേ ഇങ്ങനെ വാരിയിടാൻ പറഞ്ഞു, എന്നാലേ അതെടുത്ത് നമുക്ക് ബാക്കി ഇങ്ങനെ ഒരുമിച്ച് തട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കേട്ടോ, അങ്ങനെ പറ നിറയെ ഈ പൈസ കൊണ്ട് നിറയ്ക്കും. അതിൽ ഇനി അടുത്ത പാത്രത്തിൽ ഇരിപ്പുണ്ട്, അതും ഇതുപോലെ കുറേ ഇങ്ങനെ കൈ കൊണ്ട് വാരിയിടാൻ പറഞ്ഞു എന്നോട്. ഭയങ്കര വെയിറ്റാണ്. നാണയമാണെങ്കിലും ഭയങ്കര വെയിറ്റാണ്, കുറേ കാണും. അപ്പോൾ അതിങ്ങനെ പറയിൽ നിറയ്ക്കുവാണേ. അപ്പോൾ വേറെയുള്ള ആൾക്കാരും ഇങ്ങനെ പറയിടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോറ്റി വന്നിട്ട് എല്ലാവർക്കും അത് പറയൊക്കെ നെയ്ച്ചു പ്രസാദമൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദേവിക്ക് താലപ്പൊലി നമ്മളെ മാല ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോയേക്കുവാണ്. ദേവിയുടെ മാല കൊണ്ടുവരുമ്പോൾ എതിരേൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പടുക്ക തയ്യാറാക്കുകയാണ്. പൊരി, അവൽ, പഴം, തണ്ണിമത്തൻ, ആപ്പിൾ, പിന്നെന്താ പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരിങ്ങ, മാമ്പഴം, ഇതെല്ലാം വെച്ചിട്ടാണ് പടുക്ക തയ്യാറാക്കിയത്.
മുന്തിരിങ്ങ എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു കരിക്കും കൂടെ ഇങ്ങനെ വയ്ക്കുകയെ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ പടുക്ക ഇടുന്നതെല്ലാം ഇങ്ങനെ കണ്ടോ, അതൊക്കെ ഓരോ പഴവർഗ്ഗങ്ങളും ഇങ്ങനെ വയ്ക്കുന്നതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കി കണ്ട് നിൽക്കുമായിരുന്നു. ഇനി അതിൽ ഒരു കരിക്കും കൂടെ ആ മുന്തിരിങ്ങയുടെ പുറത്ത് വയ്ക്കാം. കണ്ടോ, അങ്ങനെ പടുക്കയൊക്കെ തയ്യാറായി. അത് കഴിഞ്ഞ് നമ്മുടെ ചേച്ചിമാരൊക്കെ അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്നതും നമുക്ക് പരിചയമുള്ളവരല്ലേ എല്ലാവരും, നമ്മുടെ അമ്പലമല്ലേ. അപ്പോൾ അവിടെ വരുന്നത് എൻ്റെ ഒരു മാമിയാണ്. മാമി എൻ്റെ അമ്മ വരാത്തത് എന്തെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയ്ക്ക് ചെറിയ അസുഖമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും അവരൊന്നും അറിയുന്നില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മൾ ദേവിക്ക് ചാർത്തേണ്ട മാല ഘോഷയാത്ര വരുന്നതും കാത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതെൻ്റെ ഒരു കൂട്ടുകാരിയാണേ. അമ്പലത്തിൽ വന്നപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മളെ വനിതാ സമിതിയിലുള്ളവരാണ്. ഇത് എൻ്റെ ഒരു ചേച്ചിയാണ്. ഇവർ പറയിടാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. ഇത് നമ്മുടെ ചേച്ചിയാണ്, ചേച്ചിയും ചേച്ചിയുടെ അമ്മയും. ചേച്ചി അവിടെ നിന്ന് കിട്ടിയ പ്രസാദം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവരെല്ലാവരും മാലഘോഷയാത്ര വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഘോഷയാത്രയുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അവിടെ ഒരു 3-4 കിലോമീറ്റർ അകലെയുള്ളൊരു അമ്പലത്തിൽ വലിയ വീട്ടിൽ ദേവീക്ഷേത്രം എന്ന് പറയും. അവിടെ നിന്നാണ് ദേവിക്കുള്ള മാല ഘോഷയാത്രയായി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പറ ഇട്ടതൊക്കെ പോറ്റി വന്നിട്ട് നേദിക്കുന്നുണ്ടേ. വീണ്ടും നമ്മളവിടെ വന്നിരുന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ചേച്ചിമാരും അവരെയൊക്കെയാണ്. അവരെയൊക്കെ ഒന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വിദേശി ഒരു സ്ത്രീയും വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാലപ്പുറം പാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റം പാട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്. നല്ല രസമുണ്ടായിരുന്നു അമ്പലത്തിൽ. ലൈറ്റും
ദേവിക്ക് ചാർത്താനുള്ള മാലയൊക്കെ എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ നല്ലൊരു വാവ കണ്ടോ, ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടോ, എന്ത് രസമുള്ള കുട്ടിയല്ലേ. അതിങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ സ്റ്റേജാണേ. ഇവിടെ പണ്ട് വയലായിരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ഇപ്പോൾ നികത്തി ഇപ്പം നല്ല സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയി. അവിടെ നമ്മുടെ ചേച്ചിമാർ തിരുവാതിര കളിക്കുവാണേ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കണ്ടു. കുറച്ച് സമയം ഈ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടു നിന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. കുറേ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ അമ്പലത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു, ദേവിയെ തൊഴുതു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ കല്യാണ ദിവസമാണ്. അപ്പോൾ അമ്മയ്ക്ക് കല്യാണത്തിന് ചാർത്തേണ്ട ഹാരമാണ് അവിടെ കൊണ്ടുവന്നത്. അതൊക്കെ മാലപ്പുറം പാട്ടെന്ന് പറയും. ആ പാട്ട് പാടി അമ്മയ്ക്ക് ആ കല്യാണ സമയമാകുമ്പോൾ ആ ഹാരം ഇങ്ങനെ ചാർത്തുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.